നമ്മളിനി അടുത്തതായി കാണാൻ പോകുന്ന ഒരു രസികൻ സ്കിറ്റാണ്. ഞാൻ ഗ്യാരണ്ടി അതിനുവേണ്ടി വേദിയിലേക്ക് വരുന്നത് ടീം സൂപ്പർ ജോക്കേഴ്സ്. പൈപ്പിംഗ് തോട്ടിലെ പ്രണയം കണ്ട് ഇതുപോലെ കണ്ണും കണ്ണും നോക്കി ഇരുന്നതാണ് ഞാൻ ഇന്ന് ചുമട് വെള്ളം ചുമന്നുകൊണ്ട് കിടക്കണത്. ഡേ, നീ പഞ്ചായത്തിലുള്ളതല്ലല്ലോ, നീ അങ്ങോട്ടേക്കിട്ട് പോർക്ക. ഡി, പൈപ്പിലാകെ ഒരു അല്പം വെള്ളേ ഉള്ളൂ. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു കുടയെ കൊണ്ടുവന്നുള്ളൂ, നിന്റെ വീട്ടിൽ നീ 3 കുട കൊണ്ടുവന്നാടി. അനാവശ്യം പറഞ്ഞോളെ, ഞാൻ ഒരൊറ്റ കുടമേ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. എടി മണ്ടക്കാട് പോയി 50 രൂപ എടുത്ത് വാങ്ങിച്ച ഒരു കുട കൊണ്ട് ഞാൻ കൊണ്ടുവന്നിരിക്കണത്. മണ്ടക്കാട്ടിന് വാങ്ങിച്ചോണ്ടോ നിന്റെ കുട എടുത്ത് ഞാൻ നിന്റെ മണ്ടക്കാട്ടി അതിന് തിരിപ്പ് വിളിക്കൂടി. ചെടി എന്നെ കൂടുതൽ വെള്ളത്തിലെടുത്താലുണ്ടല്ലോ നിന്റെ 64 പല്ലു അടിച്ച് ഞാൻ താഴെ ഇടൂടി. കാണാം. എന്താ മണ്ടത്തരം എന്റെ പൊന്നി ചേച്ചി പറയുന്നേ. ഒരു മനുഷ്യന് 32 പല്ലല്ലേ ഉള്ളൂ, പിന്നെ നിങ്ങൾ എങ്ങനെ 64 പല്ല് അടിച്ചിരുന്നത്? അറിയാടാ, ഞാനും ഇവളും കൂടെ വഴക്കുണ്ടാക്കുമ്പോ നീ ഇടയിൽ കയറുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്റെ പല്ലും കൂടെ ചേർത്താണ് ഞാൻ 64 പല്ലെന്ന് പറഞ്ഞത്. അല്ല അതൊക്കെ പോട്ട്, ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരും പ്രശ്നം ഇടുന്നു. എടാ, പൈപ്പിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം എടുക്കാനില്ല. എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഒരു കുടയെ കൊണ്ടുവന്നുള്ളൂ, എവളെ വീട്ടിൽ നിന്ന് ഇവള് 3 കുട കൊണ്ടുവച്ചേക്കണം. അത് ശരിയാണാടാ? ചേച്ചി ആ കാണിച്ചത് ശകലം മോശമായ പരിപാടി കേട്ടാ. എന്റെ പൊന്നനിയ, ഞാൻ ഒരൊറ്റ കുടമേ ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ഇരിക്കുന്ന 2 കുട ആരെ? അപ്പൊ ഈ ഇരിക്കുന്ന 2 കുടമാണ് വിഷയം. ഇത് സുമതിയുടെ കുടം. സുമതിയുടെ കുടമാണെന്ന് നിനക്കെങ്ങനെ അറിയാം? ഇതിന്റെ മൂട് പോയിരിക്കുന്ന കണ്ടാ മനസ്സിലാവത്തില്ലേ സുമതിയുടെ കുടമാണുള്ളത്? എടാ മണ്ടാ, മൂട് പൊത്തിരിക്കണ കുടവും വെച്ചുകൊണ്ട് അവൾ എങ്ങനെയാടാ വെള്ളം എടുത്തോണ്ട് പോണത്? എന്റെ ചേച്ചി, സുമതി ചേച്ചി ദിവസം ഇവിടെ കുടം കൊണ്ടുവെക്കും. ആ കുടം ആരെങ്കിലും എടുത്തോണ്ട് അങ്ങ് പോകും. അത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മൂട് കിഴിച്ചു വെച്ചിരിക്കുന്നത്. സുമതിയുടെ ബുദ്ധി കൊള്ളാം. എടാ, എന്നാൽ ഈ പൈപ്പിന്റെ വെള്ളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം നീ ഉണ്ടാക്കി തരണം. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം, ഇനി ഒരു ലോകമഹായുദ്ധം നടക്കുവാന്നുണ്ടെങ്കിൽ അത് ഈ വെള്ളത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ളതായിരിക്കും. അപ്പൊ അതിന്റെ തുടക്കമായിരിക്കും ഞാൻ ഇന്നലെ കേട്ടത്. എപ്പോഴും? എടാ, ഇന്നലെ രാത്രി എവളെ വീട്ടിൽ വെള്ളത്തിന് വേണ്ടി ഭയങ്കര യുദ്ധമായിരുന്നടാ. അത് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമൊന്നും അല്ലെന്ന്. അങ്ങനെ വന്നിട്ട് വെള്ളം അടിച്ചിട്ട് രാത്രി കിടന്ന് ബഹളം ഉണ്ടാക്കിയതാ. എവളെ പറച്ചിലേട്ടത്തൊന്നും എവളെ ഭർത്താവ് കുടിക്കാത്ത മാന്യനാണ്. ഞാനിവിടെ എന്നാലേ ശരിയല്ലേ, എവളെ വലമൊക്കെ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. എനിക്കുണ്ടല്ലോ ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന്. അല്ല, നിന്റെ വീട് എവിടെ? എന്റെ വീട് അങ്ങ് കുറച്ചങ്ങ് മാറി. നീ അപ്പൊ ഇവിടെ കിടന്നല്ലല്ലോ ഉറങ്ങണത്, നിന്റെ വീട്ടിൽ പോയി കിടന്നുറങ്ങടാ. ഒരു കാര്യം ചെയ്, ഈ വെള്ളത്തിന് ഒരു പരിഹാരം നീ എങ്ങനെയെങ്കിലും കണ്ടെത്ത്. ഈ വെള്ളത്തിന് പരിഹാരം എന്നെ കൊണ്ട് കാണാൻ പറ്റത്തില്ല. നിങ്ങൾ വോട്ടിട്ട് വിജയിപ്പിച്ച് ഇവിടുത്തെ മെമ്പർ ഉണ്ടല്ലോ, MV ശശി, അങ്ങാര് വരട്ടെ, അല്ലാതെ എന്നോടല്ല പറയേണ്ടത്. MV ശശി നീ എന്തോന്നൊക്കെ പറയണേ? അപ്പൊ എല്ലാവർക്കും സുഖങ്ങളൊക്കെ തന്നല്ലേ? ഞങ്ങളെല്ലാവർക്കും സുഖം തന്നെ. ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നതാ, ഇപ്പോഴാ പിന്നെ കാണുന്നത്. പിന്നെ വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്തായിരുന്നല്ലോ. ആന തരാം, ചേന തരാം, എന്നിട്ട് ഇവിടെ നമുക്ക് എന്താ തന്നു? വോട്ട് ചോദിക്കാൻ വന്നപ്പോ നിങ്ങൾ ഏതാണ്ട് വാഗ്ദാനങ്ങളൊക്കെ നിന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇയാൾക്ക് 2.5 സെന്റ് പെരാടമുണ്ട്, അതിൽ നിറച്ചൊരു വീടും ഉണ്ട്. ഈ ആനയും ചേനയൊക്കെ തന്നെ ഇയാളെ എവിടെ കൊണ്ടൊന്ന് വെക്കും? ഇതൊക്കെ ആരോടാ പറയുന്നത്? ഇതൊക്കെ പോട്ടെ, എനിക്കോ വീടോ വേണ്ട. ഇപ്പൊ നിങ്ങൾ ഈ പൈപ്പിന്റെ കാര്യത്തിൽ വല്ല തീരുമാനം വല്ലതും എടുക്കും. പൈപ്പിൽ ഇപ്പൊ എന്താ വിഷയം? എന്തോ പൈപ്പ് അങ്ങോട്ട് പൊട്ടിക്കിടക്കുന്നു, അതിന്റെ പണി വല്ലതും അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ നോക്ക്. ഇങ്ങോട്ട് നോക്കി, ഞാനിവിടുത്തെ മെമ്പറാണ്, അല്ലാതെ പ്ലംബർ അല്ല, മനസ്സിലായോ? ഇനി ഇവിടെ നിങ്ങളോട് നിന്ന് സംസാരിക്കാൻ എനിക്ക് വയ്യ. അപ്പൊ ഞാൻ പോന്നു. അപ്പോഴേ അടുത്ത തെരഞ്ഞെടുപ്പിന് കാണാം. അല്ല, ഒരു മുനവച്ച വാക്ക്, അതെന്തോ അങ്ങനെ പറഞ്ഞു? അല്ല, ഇനിയിപ്പോ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ കാണാനൊക്കെ പറ്റുന്നു. എല്ലാം എന്റെ തലയിലാണല്ലോ ദൈവമേ വന്ന് കയറുന്നത്. അതൊക്കെ പോട്ടെ, ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞു. നിന്റെ ഭർത്താവ് എന്തോ അസുഖമായിട്ട് കിടക്കുന്ന? ഓ, അങ്ങേർക്ക് ഒരു കുറവും ഇല്ല മെമ്പറേ. എന്നും ഇപ്പോഴും രാത്രി ഉറക്കത്തിൽ നിന്ന് എഴിച്ച് ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിലോട്ട് ചുമ്മാ അങ്ങ് നടക്കേണ്. ഇത് വല്ല മാരക അസുഖമാണ്. നീ ഒരു കാര്യം, നിന്റെ വീട്ടില് ജോലിക്ക് ഒരു പെണ്ണുണ്ട്, അതിനാ പറഞ്ഞു വീട്, ചിലപ്പം അസുഖം മാറിയല്ലോ. മെമ്പർ അനാവശ്യമൊന്നും ഞാൻ പറയാം. വേറൊരു കാര്യം ഞാൻ അറിഞ്ഞു, നിന്റെ ഭർത്താവ് അവിടെ കുടിച്ചിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന വിഷയം ആൾക്കാരോട് ഒന്ന് പരാതി പറഞ്ഞു. അപ്പൊ അതിലെന്തെങ്കിലും തീരുമാനം കണ്ടോ? അതിൽ പുള്ളിക്കാരോട് ഉണ്ടോ? അയ്യോ, അങ്ങനെ രാവിലെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയി മെമ്പറേ. കാണാൻ പറ്റൂല. എനിക്ക് അറിഞ്ഞൂടെ എപ്പോ ഇങ്ങോട്ട് കയറി വരുമെന്ന്. പഞ്ചവർണ്ണ പൈകിളി പെണ്ണ് ഇന്നെനിക്കൊരു ഉച്ചമുക്കലക്കാവുമ്പൊരു ദൂത് പോകാമോ? ആരാരും കാണാതെ ഒന്നവിടം വരെ ചെല്ലാമോ? ഗുരുമാനം കൊണ്ടോടുത്തിട്ട് വാരാമോ? ചായ കുടിക്കാൻ വല്ലതൊക്കെ തരാം. ഞാനിവിടെ നിന്നാൽ ശരിയാകത്തില്ല, ഇവൻ കുടിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ വല്ലതൊക്കെ വിളിച്ച് പറയും. പ്രിയമുള്ളവരെ, എനിക്ക് ചോദിക്കാനുള്ള ഇവിടുത്തെ ചേച്ചിമാരടുത്താണ്. നിങ്ങൾ ഇവിടെ അയൽക്കൂട്ടത്തിന്റെ പേരിൽ അച്ചപ്പം ഉണ്ടാക്കുന്നു, മുറുക്കുണ്ടാക്കുന്നു, വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നു.
എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ള പാവപ്പെട്ട കുടിയന്മാർക്ക് വേണ്ടി ചാരായം മാറ്റി തന്നുകൂടാ? എങ്കിൽ നമ്മൾ ഈ ലിവറിന് മുമ്പ് കിടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന ഈ ചേച്ചിയാണ് നമ്മളവിടെ തൊഴിലുറപ്പിന്റെ ജോലിക്ക് വന്നത്. അടിപൊളിയായിരുന്നു. നമ്മുടെ പേരാടമൊക്കെ കളച്ച് സൂപ്പറാക്കി ഇട്ടിട്ട് പോയി. നമ്മളെ ഇലക്ട്രിക് പോസ്റ്റ് ഇല്ലേ എണ്ണ, ഇലക്ട്രിക് പോസ്റ്റ്, അതിന് തട എടുത്ത് വെച്ചേക്കുന്നു. ഇനി തൊഴിലുറപ്പിന്റെ പേരും പറഞ്ഞോണ്ട് നമ്മളെ ഏരിയയിലോട്ട് വരല്ലേ ചേച്ചി? ചുമ്മാണ് തീറ്റി ഉറക്കം മാത്രം. തൊഴിലുറപ്പ് മനുഷ്യ നാട്ടുകാരെടുത്ത് ഒന്നും രണ്ടും പറഞ്ഞോണ്ടിരിക്കാതെ ഇങ്ങോട്ട് കയറി വരണോട്ടാ. എന്റെ പെണ്ണുമ്പിള്ളയാണ്. ഇവിടെ ഒന്നും പെണ്ണുങ്ങളില്ലാഞ്ഞിട്ട് ഞാൻ പൂനെ പോയി കല്യാണം കഴിച്ചോണ്ട് വന്നേണ്. വേളിക്കൊക്കിനെ പോലെ ഇരുന്നോണ്ട് പറയണത് കേട്ടോ ആച്ചി, വേളിക്കൊക്കെന്ന്. പണ്ട് കല്യാണത്തിന് മുമ്പ് എന്നെ ഇങ്ങനെ എന്തൊക്കെ വിളിച്ചോണ്ടിരുന്നെന്ന് അറിയാമോ? എന്റെ നസ്രിയെ, എന്റെ മഞ്ജു വാര്യരെ, എന്റെ ഐശ്വര്യ റായെ, എന്റെ സുസ്മിത സെന്നെ. ഇവ 2 പിള്ളേരായതിനു ശേഷം ഞാൻ വേളിക്കൊക്ക് ഒരു പൃഥ്വിരാജ് വന്നിരിക്കുന്നു. മരകൊത്തി. ചേച്ചി വേറൊന്നും അല്ല, എന്നും പാതിരാത്രി മൂക്കറ്റം കുടിച്ചിട്ട് എൻ്റെ വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ വാഴ വെട്ടിയിട്ട കണക്ക് ഇങ്ങനെ മലന്നങ്ങ് കിടക്കും. റൂമിൽ ഞാൻ ഒറ്റയ്ക്ക് നേരം വെളുക്കണവരെ ഇങ്ങനെ കിടക്കും. ഒരു അന്തിക്കൂട്ടിന് പോലും ഒരു സഹായം നേരെ കൊണ്ട് എനിക്കില്ല ചേച്ചി. ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും നമുക്കൊന്ന് അന്തിക്കൂട്ടിന് പോവാവോ? അനാവശ്യം പറഞ്ഞാണ്ടല്ലോ ചേച്ചി, അത് ഞാൻ പിന്നെ സഹിക്കാം. സാധാരണ കുടിയന്മാര് അല്പസ്വല്പമൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ കയറി വരും. അവര് വീട്ടിൽ കയറി വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആഹാരം നുള്ളി പറക്കി കഴിച്ചിട്ട് എന്തെങ്കിലും 10 തെറിയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് ഒരു മൂല പോയി ചടഞ്ഞൂടി അങ്ങ് കിടക്കും. പക്ഷെ എൻ്റെ ഭർത്താവ് കുടിച്ച് കഴിഞ്ഞാൽ ദാ ഈ മുറ്റത്ത് വന്നങ്ങ് ഇരിക്കും. ചിലപ്പോൾ അങ്ങ് നേരം വെളുക്കണവരെ കിടക്കും. പക്ഷേ ഉറങ്ങൂല. കിണി 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 എന്തൊരു ചിരിയാ എന്തോ. നേരം വെളുക്കണവരെ ചിരി തന്നെ. എന്തൊരു ചേച്ചി ഇങ്ങനെ ചിരിക്കേ? ഇതെന്റെ കുടിയന്മാരായ അണ്ണന്മാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അണ്ണൻ മദ്യപിച്ചാൽ നമ്മുടെ ആരോഗ്യം നശിക്കും, ചിരിച്ച ആയുസ് വർദ്ധിക്കും. മദ്യപാനത്തിലൂടെ നശിക്കുന്ന ആരോഗ്യത്തെ ഞാൻ ചിരിയിലൂടെ നൈസായിട്ട് തിരിച്ചു പിടിക്കാം. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ മെഡിക്കൽ സയൻസ്. നിനക്ക് അറിഞ്ഞിടത്തോണ്ടാണോ? ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് കാര്യം ചോദിക്കുകയാണ്. നിങ്ങൾ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ മനുഷ്യ? നീ അങ്ങനെ നീ പെരുമാക്ക് നീ പറയല്ലേ. എടി, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഒരുത്തന്നെ തടഞ്ഞു നിർത്തി അവൻ എൻ്റെ അടുത്ത് ചോദിക്കാണ്, നിനക്ക് നിന്റെ സ്വന്തം ഭാര്യയെ നോക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ അവളെ എന്റെ വീട്ടിൽ കൊണ്ടാക്കട, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാന്ന്. അയ്യോ, ഇത് കേട്ടിട്ട് നിങ്ങൾ ഒന്നും മിണ്ടാതെ എന്റെ വീട്ടിൽ കയറി വന്നാ നിങ്ങൾ വായിന്ന് നാക്കില്ലായിരുന്നോ മനുഷ്യ? ഞാൻ കേട്ടോണ്ടിരിക്കോ അണ്ണാ. എന്റെ ഇടത്തെ കൈ തളർത്തിയിട്ട് അവന്റെ ചെവിക്കണം പോലൊക്കെ ഒരു അടി അടിച്ചു കൊടുത്തിട്ട് വാ വലിച്ചു കീറിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന്. അറിയാമോ, ഇപ്പൊ അവൻ ജംഗ്ഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ട്. കുടിയനാണെങ്കിലും നിങ്ങളാണ് നട്ടലുള്ള ഭർത്താവ്. അതൊക്കെ പോട്ട്, ഏത് അവൻ എന്നെ കുറിച്ച് പറഞ്ഞത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനെ കുറിച്ച് എന്റെ പൊന്നണ്ണ, കല്യാണം കഴിഞ്ഞിട്ട് നാളെ 10 വർഷം തികയാണ്. ഇന്നേ വരെ വിവാഹ വാർഷികം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. തങ്കക്കൂടം നീ കരയില്ല. ഇപ്രാവശ്യം നമ്മള് വിവാഹ വാർഷികം സൂപ്പറായിട്ട് നടത്തും, അടിപൊളിയായിട്ട് നടത്തും. ചേച്ചി നിങ്ങൾ എല്ലാരും പറഞ്ഞ കേട്ടോ, ചേച്ചി വരണ ചേച്ചി. 10 കൂട്ടം കറികള്, പച്ചടി, കിച്ചടി, തോര, നിങ്ങൾ വരണേന്ന് കേട്ടോ. 10 കൂട്ടം കറിയും വെച്ച് സദ്യ ഉണ്ടാക്കി കിടക്കാൻ നടക്കുന്നത്. നിങ്ങളെ കയ്യിൽ 5 ഇഞ്ച പൈസ ഉണ്ടാ മനുഷ്യ? ആ ചേച്ചിയെ കണ്ടാ തന്നെ അറിയാം ഒറ്റ ഇരിപ്പിൽ ഒരു കരിയിലെ ചോറ് ഇന്നു വന്നു. അവസാനം ആ ചാക്കുംപടി അരി എടുത്ത് നിങ്ങളെ ഊപ്പാട് വരും. ഞാൻ നിന്നെ തിരക്കാണ് വന്നത്. ഞാൻ എല്ലാം ഇവിടെ നിന്ന് കണ്ടോണ്ടിരിക്കുന്നു. എന്തോന്നാണ് ഇത്? ഇതാണ് ഒരു കുടുംബം. എന്റെ പൊന്നു മെമ്പറ്, സഹിക്കാൻ വയ്യ, സഹിക്കാൻ. ഇങ്ങനെ കൊണ്ട് എനിക്ക് ഒരു ഉപയോഗവും ഇല്ല. ഈ വീടിനെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത മനുഷ്യൻ എന്റെ വീട്ടിൽ എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ അപ്പുറത്തെ വേലപ്പണ്ണന്റെ അമ്മ മുരളി വന്ന് വേണം ചെയ്യാൻ. എന്റെ വീട്ടിലെ കറണ്ട് ബില്ലടക്കണം മുരളി, എന്റെ വീട്ടിലെ വാട്ടർ ബില്ലടക്കണം മുരളി, ചന്തയിൽ പോയി മീനും മലക്കറി മാച്ചോണ്ട് വരണം മുരളി. എന്തിന് എന്റെ മക്കള് തൊട്ടിലി കിടന്ന് ആടുമ്പോ ഒന്ന് ആട്ടിക്കൊടുക്കണത് വരെ എന്റെ മുരളിയാണ്. കറക്റ്റാണ്. മുരളി ഭയങ്കര ഉപകാരമാണ്. ഞാൻ ഇല്ലാത്ത മുരളി ഭയങ്കര കണ്ണെന്ന് പറഞ്ഞ മുരളി കടയിൽ പോവും, മുരളി റേഷൻ കടയിൽ പോവും, പിന്നെ പഞ്ചായത്തിലൊക്കെ കാര്യങ്ങൾക്കൊക്കെ മുരളി പോവും. എന്തിന്? എന്റെ ഇളയ മോനെ ഒന്ന് കാണണം. തനി മുരളി. മുരളിയെ കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ മനുഷ്യ. അയ്യോ മെമ്പറേ, ആംബുലൻസ് വിളി. വയ്യ, ഇയാളെന്റെ കണ്ണൊക്കെ അടിച്ചു പൊട്ടിച്ച്. അയ്യോ പെണ്ണുപിള്ള, നിങ്ങളെ ഒന്നും ചെയ്യില്ലല്ലോ ഇങ്ങനെ. അത് കുഴപ്പം. ഞാൻ അടിക്കാൻ വേണ്ടി കൈ അങ്ങ് ഉള്ളു. അറവല വിളിക്കും പോലെ കിടന്ന് വിളിക്കും. പയ്യന്മാര് വരും, പൊങ്കാല ഇടും, പോകും. ഇവിടെ നടക്കണം. ഞാനൊരു കാര്യം പറയാം. കുറെയൊക്കെ ഈ കുടിയന്മാരാക്കുന്നത് നിങ്ങൾ ഭാര്യമാരാണ്. കുറച്ചൊക്കെ നിങ്ങൾ അങ്ങ് ഒതുങ്ങണം കേട്ടോ.
സത്യാവസ്ഥ ഇതൊക്കെയാണ് സംഭവം. ഡേയ്, ഈ ആണുങ്ങൾ സംസാരിക്കാൻ നിനക്കെന്തൊരു കാര്യം കൂടി പോടി പോ. എന്താ കഷ്ടം എന്ന് പറയാ ഇങ്ങനെ ഉണ്ടാകുന്നേ. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചാ മതിയാ? ഈ കുടിച്ചും പുറത്തും നടന്നാ മതിയാ? അതൊക്കെ എന്റെ കുടുംബം. ഞാൻ എന്റെ കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞാൽ എന്റെ ഭാര്യ, എന്റെ കൊച്ചുങ്ങള്, എന്റെ അമ്മ, ഇതാണ് കുടുംബം. സുരക്ഷത. ഈ മാന്യൻ രാത്രി ഒരു 1:30 മണിയാകുമ്പോ എന്റെ വീട്ടിൽ അവിടെ കിടന്നൊരു കറക്കാൻ തരാണ് എന്താ പറഞ്ഞ രാത്രി 1:30 മണിയാകുമ്പോ എന്റെ വീട്ടിൽ അവിടെ കിടന്നൊരു കറക്കാൻ തരും. ഞാനൊരു മെമ്പറാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ മൊബൈലിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. മൊബൈൽ പിടിച്ചു വെച്ചു? അതൊക്കെ ഞാൻ പിടിച്ചു. ഓ അതാ ഞാൻ ഇപ്പോഴാണ് ഓർത്ത്. സംഭവം വേറെ ഒന്നുമല്ല, എനിക്ക് ഈ കഫക്കെട്ടിന്റെ അസുഖമുണ്ട്. അപ്പൊ ഒരു കക്ഷി പറഞ്ഞ് നിന്റെ വീടിന്റെ ഇപ്പുറത്ത് ആടലോടൊക്കെ നിപ്പുണ്ടെന്ന്. അപ്പൊ അത് പറിച്ച് ആവി ഇട്ട് കഴിഞ്ഞാൽ ഈ കഫക്കെട്ടങ്ങ് മാറി കിട്ടും. അതാ സംഭവം. ഈ മെമ്പറിന്റെ രാത്രി 1:30 മണിക്കുള്ള ആവി പിടുത്തമുണ്ടല്ലോ, എന്താ എന്താ എന്റെ ഒറ്റ പിടുത്തത്തിൽ നിൽക്കും. ആർക്കാണ് സംസാരിക്കുന്നത്? നീ ആരുടെ സംസാരിക്കുന്നത്? ആരും സംസാരിക്കുന്നത് എന്താണ് എന്താണ് മെമ്പറിന്റെ മുഖത്ത് നോക്കിയാ സംസാരിക്കുന്നത്? അണ്ണം മിണ്ടായിരിക്കണേ. ഞാൻ നിങ്ങളൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. ഞാൻ അവിടെ വെറുതെ ഇല്ലായിരുന്നു. ഇനി മെമ്പർ നോക്കാനൊന്നുമില്ല. പോണ്ടേ കൊല്ലും ചെന്നു ഞാൻ വല്ലതും പറഞ്ഞിരുന്നേ. അണ്ണം മിണ്ടായിരിക്കണേ പോ. ഞാൻ അണ്ണനൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. ഞാൻ അവിടെ വെറുതെ ഇല്ലായിരുന്നു. എന്റെ വീട്ടിലെ ഓപ്പള കെട്ട പൊട്ടിയാ നിങ്ങൾ സമാനം പറയുവാനാ? നിങ്ങൾ രാത്രി കൊണ്ടുപോകും. എന്റെ കൂട്ടുകാരൻ രതീഷ്കാർക്കാടുണ്ട്. എന്നെ പോലെ ഇന്നല്ല, അവർ ഭയങ്കര ദേഷ്യമാണ്. പറഞ്ഞിരുന്നേ താഴെ കൊടുത്തു കിടക്കും. Kalpana Chawla was born in Karnal, a small town in Haryana. She belonged to middle class. എവിടെ പോണത്? ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ എവിടെ പോണ? ഇവിടെ വാ. നീ അന്നൊന്നും പറഞ്ഞില്ലല്ലേ? 1908 ഞാൻ ജനിച്ചിട്ട് പോലുമില്ല. സുൽത്താൻ അബ്ദുൽ ഹമീദിനെ കൊണ്ട് യുവ തുർക്കികൾ റിപ്പബ്ലിക് അംഗീകരിപ്പിച്ചപ്പോൾ അന്ന് ഈ പറഞ്ഞമാരും ഇല്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാതന്ത്ര്യം മേടിക്കാൻ കിഴങ്ങൊക്കെ അഭിച്ചത് ഞാനും ടിപ്പു സുൽത്താനും പറഞ്ഞ കൂടിപ്പോവും. നിനക്ക് വേണ്ടിട്ടല്ലടാ ഞാൻ പറഞ്ഞത്. ഇതെന്ത് കഷ്ടമെന്ന് പറ. നിങ്ങൾ അമ്മളം കൊച്ചാക്കൊന്നും വേണ്ട കേട്ടാ. നമുക്ക് പയ്യന്മാരൊക്കെ ഉള്ള തന്നെ ഇവിടെ. നിന്നെ കുറിച്ച് ഒരുപാട് പരാതികൾ എനിക്കുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. എന്തായാലും പരാതി പറഞ്ഞു. ഈ ഇടയ്ക്ക് ഞാൻ അതുവഴി ആ ബസ് സ്റ്റാൻഡ് അല്ലേ കൂടെ നടന്നു വന്നപ്പോ നീ കുടിച്ച് മതോന്മത്തനായിട്ട് ആ ഓടൻ അവിടെ ഇങ്ങനെ കിടക്കുന്നു. അതാ വന്നിട്ട് നിന്റെ വായിക്കൂടെ നൊരയും പതയും. നാണമുണ്ടോടാ നിനക്ക്? അത് ചെറിയൊരു അബദ്ധം പറ്റിയാണ്. എന്താ അബദ്ധം? ഈ ടച്ചിങ്സിന് അച്ചാറെന്നും പറഞ്ഞുകൊണ്ട് കടിച്ച് പറിച്ചത് ഷാമ്പുവിന്റെ കവറായി പോയി. പിടുത്തത്തിന്റെ പുറത്ത് പുല്ലുമെല്ലാം നമ്മൾ അറിയണം. നമുക്ക് കിട്ടുന്ന നമ്മൾ കുടിക്കും. എന്റെ പൊന്നളിയാ പാത ഏതിലേ വന്നെന്ന് ഒരു പിടുത്തമില്ല. ഒരു നാണോ മാനോ ഒക്കെ ഉണ്ടോടാ? 3 പിള്ളേരെ തന്തയല്ലേടാ നീ? ഇങ്ങോട്ട് നിനക്ക് +2 പഠിക്കുന്ന പെങ്കുച്ചില്ലേ? ഈ ഇടയ്ക്ക് ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നപ്പോ നിന്റെ മോള് എനിക്ക് പരിചയമില്ലാത്തൊരു പയ്യന്റെ ബാക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പോണ്. അപ്പൊ എനിക്കത് റോങ് ആണെന്ന് തോന്നി. തന്തായിട്ട് നടന്നാ പോലെ ചോദിക്കണം. ഞാൻ ചോദിച്ചല്ലോ അവളടുത്ത്. ചോദിച്ചോ? എടി 24 മണിക്കൂർ നീ അവന്റെ ബൈക്കിന്റെ പുറകെയായിരുന്നു പോടാ. നിനക്ക് എന്തിനാടി വണ്ടിക്കൂലി? അത് നിനക്ക് തിരിച്ചെന്നൂടെ ചോദിച്ചപ്പോണ്ടല്ലേ അവള് ചമ്മിപ്പോയി. ഞാൻ നോക്കിയപ്പോ അടുക്കള ഇങ്ങനെ ഈറ്റാണ്. ചോദിക്കാൻ നമ്മള് കൂടെ ചോദിക്കും. അതിന് മക്കളായാലും മരുമക്കളായാലും ശരി തന്നെ. ആ സംസാരം വേണ്ട. ഇതൊക്കെ എന്തൊരു തന്തമാര. ഞാൻ ആദ്യമായിട്ട് കേൾക്കും. അത് പറഞ്ഞു ഞാൻ വന്നപ്പോഴേ ചിത്രത്തിൽ നിന്റെ ചോദിക്കണം വിചാരിച്ചേ. നിന്റെ ഈ തല ഏതെന്ത് പറ്റി? അത് വേറൊരു വിഷയം. നിങ്ങൾ വിട്ടുപോ. ഒരു മെമ്പർ എന്ന നിലയ്ക്ക് ഞാൻ അറിയണം. നാളെ എന്തെങ്കിലും സംഭവിച്ചാലും മെമ്പറാണ് കൂടെ ആദ്യം വരുന്നത്. പറ എന്താ സംഭവിച്ചത്? മെമ്പറ നിങ്ങൾക്കറിയാല്ലേ, ഞാൻ ഇത്തിരി പോലും മരുന്നൊക്കെ അടിക്കണം. അറിയാം. നമ്മളെ ജംഗ്ഷന്റെ അവിടെ എത്തിയപ്പം ഒരുത്ത അവിടെ നിന്നുകൊണ്ട് നിന്റെ അടുത്ത് എന്റെ അടുത്ത് ഞാൻ പതുക്കെ അവിടെ നിന്നു. ഞാൻ പറഞ്ഞു, ഡേയ് നിനക്ക് ആള് മാറി, ഞാൻ ഇവിടെ ജനിച്ചു വളർന്നവനാണ്, നിന്റെ അട വന്ന് എന്റെ അടുത്ത് നടക്കൂല പോടാന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്റെ നേരെ വീണ്ടും ഓ എനിക്കെന്റെ ദേഷ്യം കയറി വന്നു. കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നു. എനിക്ക് പണ്ടേ ദേഷ്യമാണ്. ഞാൻ നേരെ അവന്റെ വീട്ടിൽ ചെന്ന് കയറി. അവന്റെ വീട് എന്ന് പറഞ്ഞ ഒരു കമ്പിയിലിട്ട വീടാണ്. നേരെ അവന്റെ വീട്ടിൽ ചെന്ന് കയറി. അവന്റെ അപ്പൂപ്പന്റെ ഫോട്ടോ ആണെന്ന് തോന്നുന്നു. പുല്ലെല്ലാം അടിച്ച് തെറിപ്പിച്ച് അവസാനം ആശുപത്രിയിലും ആയി. ആര്? ഞാൻ. നീ എന്തിനാ ആശുപത്രിയിലായി? ട്രാൻസ്ഫോമർ ആയിരുന്നു, അറിഞ്ഞില്ലെന്ന്. കുടുംബത്തിന്റെ പുറത്തൊന്ന് കയറി കൊടുത്തു. അല്ല അപ്പൊ നീ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു അപ്പൂപ്പന്റെ ഫോട്ടോയൊക്കെ വെച്ചെന്ന് പറഞ്ഞത്? അത് മറ്റേ അപായം. കുറച്ചൊക്കെ ഇങ്ങനെ കുടിച്ചിട്ടേ ഇല്ല വാലും ലഗാനും ഇല്ല ഇങ്ങനെ നടന്നാ പോരാ. കുറച്ചൊക്കെ ഒരു മാന്യത വേണം അവിടെ. അതൊക്കെ സംസാരം. അത് നീ എന്താ സംസാരം? നാളെ പഞ്ചായത്തിൽ എന്താടാ കാണിച്ച നീ? പിന്നെ നിങ്ങൾ അങ്ങനെയൊക്കെ കുടിച്ചിട്ട് ഒരുമാതിരി വൃത്തിയായിട്ട സ്വഭാവം എടുത്തേ. എന്താ കാണിച്ചത്? അണ്ണം മിണ്ടായിരിക്കണേ. ഞാൻ നിങ്ങളൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. ഞാൻ അവിടെ വെറുതെ ഇല്ലല്ലോ. ഇനി അടിക്കാൻ സത്യമായിട്ട് നാടി കൊള്ളുപോ. അണ്ണം മിണ്ടായിരിക്കണേ. ഓ ഞാനൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലേ. ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കണല്ലേ. ഇനി അടിക്കാൻ സത്യമായിട്ട് നാടി കൊള്ളുപോ.
ഇങ്ങനെ കൊണാക്കണം നമ്മള് പാങ്കളായിട്ട് നമ്മളെ വണ്ടിയിലേക്ക് കയറണം. സത്യമായിട്ട് ഈ ഞാൻ അമ്മച്ചാണെങ്കിൽ ഞാൻ പറഞ്ഞു ശിവ എന്തൊക്കെ ഈ കാണിക്കുന്നറിയുന്നു. നീ എന്താ മിമിക്രി കാണിക്കുന്നടാ? മിമിക്രിയൊക്കെ നമ്മൾ സൂപ്പറായിട്ട് കാണിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ പോ. ഇനി അതിന്റെ കുറവ് കൂടെ ഉള്ളു. അടിപൊളി പറയാം. അച്ഛൻ പോലെ സൗണ്ട് സൂപ്പറായിട്ട് പറയും. നീയാ ഓ അച്ഛൻ പോലണ്ട. രാവിലെ ബ്രോസിന്റെ സൗണ്ടാണ് പറഞ്ഞത്. അടിപൊളി പറയും. നീ അതോടെ കേട്ടിട്ട് പോ, എനിക്ക് ചിരിക്കാമല്ലോ. നമ്മളെ മുമ്പ് തിരുമലചന്ദ്രനും ഒന്നും അല്ല പോ. സൂപ്പറായിട്ട് പറയും. കേൾക്കണോ? അനാവശ്യമായ മരണം, ദീനമില്ലാത്ത ജീവിതം, നിന്നില്ലാത്ത ചില ഭക്തനായി നിന്നാലും ശംഭോ ശങ്കര ഗൗരീപതെ അങ്ങനെ പ്രാർത്ഥിച്ചു കൂടേണ്ട കാലമായ ശേഖര മരുന്ന് മാറാ മുണ്ടക ശേഖര ഒരു വഴിക്ക് നമ്മൾ വഴി കിട്ടും മാറാ മുണ്ടക ശേഖര മുണ്ടക ശേഖര സത്യമായിട്ട് മുണ്ടക ശേഖര മുണ്ടക ശേഖര നിന്റെ അച്ഛൻ ഇപ്പോഴും ആഫീസിൽ പോലടാ ഉറപ്പില്ലടാ. ഞാൻ എന്തോ പറയാനാണ്, എന്തോന്ന് പറയും, എന്തോന്ന് പറയാനാണെന്ന് പറ. എന്തോ കഷ്ടം എന്ന് പറയാം. ഒരു കോള് വന്നു. കുറച്ച് തൈര് വാങ്ങിച്ചു കൊടു. തൈര് കൂടെ കുറച്ച് തൈര് തൈര് വാങ്ങിച്ചു കൊടുക്കാം ഞാൻ. കുടിക്കൂലണ്ണാ. ഹലോ പറ. MK ശശി തന്നെ. ചുമ്മാതല്ല, ഇവിടെ പെണ്ണുങ്ങൾ എനിക്ക് ഇരിക്കാൻ പുറത്ത് തരുന്നില്ല. എന്തായാലും ഞാൻ പിന്നെ കൊണ്ട് വേറൊരു കേസ് കിടന്നുണ്ട്. ശരി. എന്തോന്ന് മെമ്പർ? സംഭവം വേറെ ഒന്നുമല്ല, ഈ പൈപ്പിൽ വെള്ളം ഇല്ലാത്ത കാര്യം എന്താണെന്ന് അറിയാം. റോഡ് വികസനം നടന്നിരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പൈപ്പ് മെയിൻ ലൈൻ പൊട്ടി, അതാണ് വെള്ളമില്ലാത്തത്. ഇനിയിപ്പോ ഈ പണി കഴിയണമെങ്കിൽ എങ്ങനെയായാലും 1 മാസം പിടിക്കുന്നാണ് അവർ പറയുന്നത്. അയ്യോ, അപ്പൊ 1 മാസം ഞങ്ങൾ നാട്ടുകാർ വെള്ളം ഇല്ലാതെ ചാവൂലേ? നിങ്ങൾ നാട്ടുകാർ ചാവും, പക്ഷെ നമ്മൾ ചാവൂല. നമുക്ക് കുടിക്കണമെങ്കിൽ നമ്മൾ വിറയിൽ ചെന്നാൽ മതി, കുടിച്ച് മരിക്കാം. നാട്ടുകാരെ കുടിച്ച് മരിക്കാനെന്ന് ഇതാ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നാട്ടുകാർക്ക് ഒരു തുള്ളി വെള്ളം കുടിച്ച് ജീവൻ നിലനിർത്താൻ കിടക്കുമ്പോ നിങ്ങൾ കുടിച്ച് മരിക്കാൻ പോണെന്നാ മനുഷ്യ. മെമ്പറേ, കൊടുക്കരണ്ടെണ്ണ അയാൾക്ക് കോട്. എന്റെ പൊന്നു മെമ്പറേ, ഇപ്പോഴാണ് ഈ പഞ്ചായത്തിന് വേണ്ടി നിങ്ങൾ ഒരു നല്ല കാര്യം ചെയ്തത്. മെമ്പറേ, എനിക്ക് ഇതുപോലെ കുടിക്കാൻ വെള്ളം കിട്ടും. നീ കുടിക്കാൻ വെള്ളം നിനക്ക് ബീറോ ഉണ്ടല്ലോ, അങ്ങോട്ട് ചെല്ല്. എനിക്ക് ആ വെള്ളം വേണ്ട, എനിക്ക് പച്ചവെള്ളം മതി. ഇപ്പൊ മനസ്സിലായ വെള്ളത്തിന്റെ വില? ഓരോ തുള്ളിയും വിലപ്പെട്ടതാണ്, അത് നശിപ്പിക്കരുത്. അത് പ്ലംബർ ആയാലും മെമ്പർ ആയാലും.